ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. The gifts of the Holy Spirit, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ. 1 കൊരിന്ത്യർ 12 അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ 9 കൃപാവരങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. വേർഡ് ഓഫ് വിസ്ഡത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത്. വേർഡ് ഓഫ് നോളജ് ആൻഡ് വേർഡ് ഓഫ് വിസ്ഡം. വേർഡ് ഓഫ് വിസ്ഡത്തിൽ തന്നെ അനേകം ഉദാഹരണങ്ങൾ സ്വീകരിക്കുവാൻ കഴിയും. വേർഡ് ഓഫ് വിസ്ഡം, സൂപ്പർ നാച്ചുറൽ റെവലേഷൻ ഓർ ഇൻസൈറ്റ് ഇൻ ടു ദ ഡിവൈൻ വിൽ ആൻഡ് പർപ്പസ്. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഉദ്ദേശം തിരിച്ചറിയുവാൻ വേണ്ടി വളരെ ഉപകാരപ്രദമാകുന്നു ജ്ഞാനത്തിൻ്റെ വചനം. ജ്ഞാനത്തിൻ്റെ വചനത്താൽ കർത്താവ് നിറയ്ക്കുവാൻ സന്നദ്ധനാണ്. 1 കൊരിന്ത്യർ 2 അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. നാം ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പരിശുദ്ധാത്മാവ് ഉള്ളവർക്കാണ് ഈ കൃപാവരങ്ങളെല്ലാം ലഭിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയണം. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുക. യേശുവെ, എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് പറയുക. യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരിലാണ് കൃപാവരങ്ങൾ പ്രകടമാകുന്നത്. ഈ വാക്യം ശ്രദ്ധിച്ചേ. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, 1 കൊരിന്ത്യർ 2:12. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. സോ വേർഡ് ഓഫ് നോളജ് സജീവമാകുന്നതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹോളി സ്പിരിറ്റിനാലാകുന്നു. ഹോളി സ്പിരിറ്റിനാൽ ഹ്യൂമൻ വിസ്ഡം അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഹോളി സ്പിരിറ്റ് തരുന്ന ഡിവൈൻ വിസ്ഡം, ദൈവത്തിൻ്റെ ജ്ഞാനം. ദൈവത്തിൻ്റെ ജ്ഞാനവും മനുഷ്യൻ്റെ ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ്റെ ജ്ഞാനത്താൽ ഉളവാകുന്ന എല്ലാ കാര്യങ്ങൾക്കും സൈഡ് ഇഫക്ട്സ് ഉണ്ട്. മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന മരുന്നുകൾക്ക് സൈഡ് ഇഫക്റ്റ് ഉണ്ട്. മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, ഒരു കാർ മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്നതാണ്, അതിൻ്റെ അകത്തുനിന്ന് പുറപ്പെടുന്ന പുക അതുമൂലം അന്തരീക്ഷം മലിനമാകുന്നു. അതിനകത്ത് വിഷത്തിൻ്റെ സ്വാധീനമുണ്ട്. സോ ഈ ഭൂമിയിൽ മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന, മനുഷ്യൻ്റെ ജ്ഞാനം ഉപയോഗിച്ച് കണ്ടെത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സൈഡ് ഇഫക്ട്സ് ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് നോ സൈഡ് ഇഫക്ട്സ്. സ്വർഗത്തിൽ വേസ്റ്റില്ല. സ്വർഗത്തിൽ ഒരു കാര്യവും മൂലം മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. മനുഷ്യർ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് മുഖാന്തരം വേറെ ഏതെങ്കിലും ഒരു അവയവത്തിന് ചിലപ്പോൾ കേടുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യുന്നതെന്നാൽ അത് മുഖാന്തരം മറ്റൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ മനുഷ്യജ്ഞാനത്തിൽ സൈഡ് ഇഫക്ട്സ് ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നോ സൈഡ് ഇഫക്ട്സ്. ആ ജ്ഞാനത്താലാകുന്നു കർത്താവ് നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായത്തിൽ വേർഡ് ഓഫ് വിസ്ഡത്തിൻ്റെ മറ്റൊരു ഉദാഹരണം 10 വാക്യം മുതൽ കാണുവാൻ കഴിയുന്നു. നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറയും. ഇതിനെ വേണമെങ്കിൽ ഒരു വേർഡ് ഓഫ് നോളജായിട്ടും കാണാൻ കഴിയും. കർത്താവ് പറയുകയാണ്, നിങ്ങൾ പോകുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ നിങ്ങൾക്കെതിരെ വരുവാൻ പോകുകയാണ്. അവൻ കിടക്കുന്ന വീട്ടിലേക്ക് ചെല്ലുക. വാ, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. കർത്താവ് ഇതെല്ലാം നേരത്തെ തന്നെ കർത്താവിന് ഇതെല്ലാം അറിയാം. മത്തായിയുടെ സുവിശേഷം 10 അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 10 അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട, പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ. വാ,
ദൈവത്തിന് മഹത്വം. ആമേൻ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ജ്ഞാനം നൽകി തരും. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നിങ്ങൾക്ക് നൽകി തരും. അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ സ്തെഫാനോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതിൻ്റെ 3-ാം വാക്യത്തിൽ, ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. വീണ്ടും നമുക്ക് 10-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു, എന്നാൽ സ്തെഫാനോസ് സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് ഒരു സ്പിരിറ്റ് ഓഫ് വിസ്ഡമല്ലേ? വിസ്ഡത്തിൻ്റെ ആത്മാവിനാൽ സ്തെഫാനോസ് നിറയുകയാണ്. ഈ തലമുറയിൽ സമാനമാകുന്ന നിലകളിൽ ഒരു വലിയ കൂട്ടം ആളുകളെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ കൂട്ടത്തിൽ പെട്ടവരാകുന്നു നിങ്ങളെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മേൽ വേർഡ് ഓഫ് വിസ്ഡത്തിൻ്റെ ഗിഫ്റ്റ് ഇമ്പാർട്ടഡായി തീരട്ടെ. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഒരു വലിയ അത്ഭുതം ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9 കൃപാവരങ്ങൾ, അതിനെ വേണമെങ്കിൽ 3 തലക്കെട്ടിൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ കഴിയും. സ്പീക്കിംഗ് ഗിഫ്റ്റ്സ്, പ്രൊഫസി, അന്യഭാഷകളുടെ വ്യാഖ്യാനം, ഇതും 3 സ്പീക്കിംഗ് ഗിഫ്റ്റ്സ് ആണ്. റെവലേഷൻ ഗിഫ്റ്റ്സ്, വേർഡ് ഓഫ് നോളജ്, വേർഡ് ഓഫ് വിസ്ഡം ആൻഡ് ഡിസേൺമെൻറ്റ് ഓഫ് സ്പിരിറ്റ്സ്. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, ആത്മാക്കളുടെ വിവേചനം, ഇത് ആമേൻ റെവലേഷൻ ഗിഫ്റ്റ്സ് ആണ്. പവർ ഗിഫ്റ്റ്സ്, 3 പവർ ഗിഫ്റ്റ്സ്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, gifts of healings and gift of miracles. വിശ്വാസത്തിൻ്റെ വരം, രോഗശാന്തികളുടെ വരം, വീര്യപ്രവർത്തികളുടെ വരം, ഇവയെ വേണമെങ്കിൽ നമുക്ക് പവർ ഗിഫ്റ്റ്സിൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ കഴിയും. ആമേൻ. ആദ്യത്തെ വചനത്തിൻ്റെ ജ്ഞാനം, വചനത്തിൻ്റെ പരിജ്ഞാനം, അതിനെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു. മുന്നോട്ട് പോകട്ടെ. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് 3-ാമത്തെ കൃപാവരം കാണുവാൻ കഴിയുന്നു. വിശ്വാസം. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ആണ്. ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് മാത്രമല്ല, ഇത് സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ആണ്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ആണ്, സേവിങ് ഫെയ്ത്ത് അല്ല. രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിശ്വാസമല്ല, ആ സമയത്ത് തന്നെ നമുക്ക് ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ സോവറിൻ ഇമ്പാർട്ടേഷൻ ഓഫ് എ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഫ്രം ഗാഡ് ടു യു. ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു സോവറിൻ ഇമ്പാർട്ടേഷൻ, ഒരു സോവറിനായിട്ടുള്ളൊരു പകർച്ചയാണ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. സേവിങ് ഫെയ്ത്തും ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തും രണ്ടും രണ്ടാകുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അപ്പോൾ കൃപ ദൈവത്തിൻ്റെ ദാനമാകുന്നു, വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാകുന്നു, രക്ഷ ദൈവത്തിൻ്റെ ദാനമാകുന്നു. ദൈവം തരാതെ നിങ്ങൾക്ക് ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ലഭിക്കുകയില്ല. എല്ലാവർക്കും നാച്ചുറൽ ഫെയ്ത്ത് ഉണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും നാച്ചുറൽ ഫെയ്ത്ത് ഉണ്ട്. എന്നാൽ സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത്, ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടാൻ കഴിയത്തുള്ളൂ. ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ കഴിയത്തുള്ളൂ. ആ ഫെയ്ത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു. സേവിങ് ഫെയ്ത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് വചനത്തിലൂടെയാണ് ലഭിക്കുന്നത്, ദൈവവചനത്തിലൂടെയാണ് സേവിങ് ഫെയ്ത്ത് ലഭിക്കുന്നത്. റോമാലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ആദ്യമായിട്ട് സുവിശേഷം കേട്ട സന്ദർഭത്തിൽ നിങ്ങൾ വിശ്വസിച്ചു. എങ്ങനെ? വചനം കേട്ടപ്പോൾ ആ വചനത്തിലൂടെ വിശ്വാസം, ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് നിങ്ങളിൽ വന്നു. വചനം എന്ന് പറയുന്ന ആത്മാവും ജീവനുമാകുന്നു. ഹോളി സ്പിരിറ്റും ദൈവത്തിൻ്റെ ജീവനുമാകുന്നു വേർഡ് ഓഫ് ഗാഡ് എന്ന് പറയുന്നത്. ആ വേർഡ് ഓഫ് ഗാഡ് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളിൽ പെട്ടെന്ന് ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ദൈവം നിങ്ങൾക്ക് ദാനമായി തരുന്നു. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചപ്പോഴാകുന്നു വചനം നിങ്ങളുടെ ആത്മാവിൽ വന്ന് നിങ്ങളുടെ ആത്മാവിനെ പുതിയ സൃഷ്ടിയാക്കി തീർത്തത്, ന്യൂ ക്രിയേഷനാക്കി തീർത്തത്. ഒരത്ഭുതം, മഹാത്ഭുതം. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര വലിയൊരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കുന്നുണ്ട്. വിശ്വാസം നിങ്ങളിൽ ഉളവാകുന്നു. വചനം നിങ്ങളിൽ വന്നതിന് ശേഷം വചനം ആത്മാവും ജീവനുമായി തീർന്ന് നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിനെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നു. പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ താമസം ആരംഭിക്കുകയാണ്. ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഹോൾ ബീയിങ്, സ്പിരിറ്റ്, സോൾ, ബോഡി
യേശുക്രിസ്തുവിൻ്റേതായിത്തീരുന്നു. ഓണർഷിപ്പ് യേശുക്രിസ്തുവിൻ്റേതായിത്തീരുന്നു. യേശുക്രിസ്തു ഓണറായിത്തീരുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുന്നത് വാടകക്കാരനായിട്ടല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുന്നത് അതിഥിയായിട്ടല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുന്നത് ഉടമസ്ഥനായിട്ടാകുന്നു. ഒരുപാട് അത്ഭുതങ്ങളാണ് രക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് തന്നെ മഹാത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. ആ രക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന ഫെയ്ത്തിനെ കുറിച്ചല്ല 1 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്ന ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. അത് രണ്ടും രണ്ടാകുന്നു. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു സോവറൻ ഇംപാർട്ടേഷൻ ഓഫ് ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ആണ്. നിങ്ങൾക്ക് പ്രത്യേകമായി ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് സോവറൻ ഇംപാർട്ടേഷനാണ്. അവിടെ ഒരു ദൈവത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ പകർച്ചയാണ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഈ പവർ ഗിഫ്റ്റ്സിൽ 3 പവർ ഗിഫ്റ്റ്സും തമ്മിൽ വളരെ ബന്ധമുണ്ട്. 3 പവർ ഗിഫ്റ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ വരം, രോഗശാന്തികളുടെ വരം, വീര്യപ്രവർത്തികൾ. ഈ 3 പവർ ഗിഫ്റ്റ്സും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇനി ഈ 3 പവർ ഗിഫ്റ്റ്സിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പവർ ഗിഫ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് തന്നെയാണ്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തിൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ, പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഗിഫ്റ്റ്സ് ഓഫ് ഹീലിങ്ങും വീര്യപ്രവൃത്തികളും യാഥാർത്ഥ്യമായി തീരുകയുള്ളൂ. സോ നിങ്ങൾ വിശ്വസിക്കുക, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ചിലരുടെ മേൽ ഗിഫ്റ്റ്സ് ഓഫ് ഫെയ്ത്ത്, ആമേൻ, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് സജീവമാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. വാ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് വളരെ സജീവമായി വെളിപ്പെട്ടൊരു ദൈവദാസനായിരുന്നു സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറയുന്ന ദൈവദാസൻ. സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. താനൊരു പ്ലംബറായിരുന്നു. തനിക്ക് 48 വയസ്സ് വരെയും യേശുക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടായിരുന്നെങ്കിൽ പോലും ശുശ്രൂഷയിൽ പ്രവേശിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നില്ല. 48-ാമത്തെ വയസ്സിലാണ് താൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതോടുകൂടിയാണ് കൃപാവരങ്ങൾ തന്നിൽ സജീവമായത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെങ്കിൽ മാത്രമേ കൃപാവരങ്ങൾ സജീവമാകത്തുള്ളൂ. അങ്ങനെ സ്മിത്ത് വിഗിൾസ്വർത്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പോളി ആ സമയത്ത് തന്നെ പ്രസംഗിക്കുമായിരുന്നൊരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് വരെ ചുമതലയുള്ള ഒരു വ്യക്തിയായിരുന്നു പോളി. എന്നാൽ സ്മിത്ത് വിഗിൾസ്വർത്തിന് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മനുഷ്യനായിരുന്നു. കർത്താവാകുന്ന യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. താൻ ഈ പൈപ്പിൻ്റെ പണിയുമായിട്ടൊക്കെ ജീവിക്കുന്ന സമയമാണ്. എന്നാൽ അതിനിടയിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. എഴുതാനും വായിക്കാനും അറിയത്തില്ലായിരുന്നു. പോളിയായിരുന്നു ബൈബിൾ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതോടുകൂടെ കൃപാവരങ്ങൾ സജീവമായി, പ്രത്യേകിച്ച് ബൈബിൾ വായിക്കാൻ കഴിയുന്ന നിലയിലേക്ക് വന്നു. തൻ്റെ ജീവിതത്തിൽ താൻ ബൈബിൾ അല്ലാതെ വേറൊരു പുസ്തകവും വായിച്ചിട്ടില്ല. വായന അറിയത്തില്ലായിരുന്നു. പിന്നെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ബൈബിൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. ബൈബിൾ വായിച്ച്, ബൈബിൾ സത്യങ്ങൾ വിശ്വസിച്ച്, ബൈബിൾ സത്യങ്ങൾ പ്രസംഗിക്കുവാൻ തുടങ്ങി. ബൈബിൾ സത്യങ്ങൾ പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോഴാകുന്നു അദ്ദേഹം ഒരു വിശ്വാസ വീരനായി തീർന്നത്. സ്മിത്ത് വിഗിൾസ്വർത്ത് ഒരു വിശ്വാസത്തിൻ്റെ ജയൻ്റ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുവാൻ കഴിയും. അനേകായിരം രോഗികൾ തൻ്റെ ശുശ്രൂഷയിൽ സൗഖ്യമായി. മരിച്ചവർ എഴുന്നേൽക്കുകയുണ്ടായി. മരിച്ചവർ എഴുന്നേറ്റ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എവർ ഇൻക്രീസിങ് ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ മിഷേൽ എന്ന് പറയുന്ന ഒരാളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. മിഷേൽ രോഗിയായി കിടക്കുന്നത് താൻ അറിയുകയും അവിടെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. സൗഖ്യമായില്ല. ഒരു ദിവസം സന്ധ്യയിൽ വീട്ടിൽ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ പോളി മിഷേലിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണെന്ന് അറിഞ്ഞു. ഉടനെ മിഷേലിൻ്റെ വീട്ടിലേക്ക് പാസ്റ്റർ സ്മിത്ത് വിഗിൾസ്വർത്ത്, അപ്പോസ്റ്റൽസ് സ്മിത്ത് വിഗിൾസ്വർത്തും അവിടേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മിഷേൽ മരിച്ചുപോയി. വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മിഷേൽ മരിച്ചുപോയി. അകത്ത് ചെന്നപ്പോൾ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ഭാര്യ പോളി അവിടെ നിൽപ്പുണ്ട്. പോളിക്കറിയാം എന്തെങ്കിലുമൊക്കെ അവിവേകം ഈ സ്മിത്ത് വിഗിൾസ്വർത്ത് കാണിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഒരു പ്രത്യേക നിലയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അദ്ദേഹത്തിന് കർത്താവ് പറയുന്നത് അതുപോലെ നടപ്പിലാക്കുക. അതിന് വിദ്യാഭ്യാസം ഒന്നും അധികം ഇല്ലാത്തത് കൊണ്ട് ഇച്ചിരി പ്രാകൃതമായിട്ടുള്ള നിലയിലാണ് എന്നുള്ളത് തോന്നാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ രോഗികൾ വന്ന് പറയുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു ട്യൂമർ ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ കൈകൊണ്ട് ആ ട്യൂമറിൻ്റെ മേൽ ഇടിക്കുമായിരുന്നു. ഒരിക്കലൊരു കുഞ്ഞിനെ എടുത്ത് എറിയുകയുണ്ടായി. ഒരു കുഞ്ഞ് ഏതാണ്ട് രോഗമുള്ളൊരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ സൗഖ്യമാകാൻ വേണ്ടി എടുത്തെറിഞ്ഞു. ആളുകൾ കുട്ടി മരിച്ചു പോയെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയപ്പോൾ കുട്ടി സൗഖ്യമായി. ഈ ഇടി കൊണ്ട് വീഴുന്ന മനുഷ്യൻ സൗഖ്യമാകുന്നു. അങ്ങനെയൊക്കെ സ്മിത്ത് വിഗിൾസ്വർത്ത് അപ്പോസ്റ്റൽ
സ്മിത്ത് വിഗിൾസ്മിത്ത് അവറുകൾ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് പോളിക്ക് ഭയം, മിഷേലിൻ്റെ അടുക്കൽ വന്ന് ഡെഡ് ബോഡിയിൽ എങ്ങാനും കയറി പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ചിന്തയിൽ പോളി പറഞ്ഞു, മിഷേൽ മരിച്ചു, പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ സ്മിത്ത് വിഗിൾസ്മിത്തിന് അപ്പോൾ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് സജീവമായിട്ട് ഓപ്പറേറ്റഡ് ആകുന്നില്ല. അവിടെ സേവിങ് ഫെയ്ത്ത് തന്നിൽ വിശ്വാസമുണ്ട്. വിശ്വാസം സേവിങ് ഫെയ്ത്താണ്. ആ സേവിങ് ഫെയ്ത്ത് സജീവമാണ്. സേവിങ് ഫെയ്ത്തിൽ തന്നെ മുന്നോട്ട് പോയി ഈ മിഷേലിനെ ഉയർപ്പിക്കണമെന്നൊരു തോന്നലുണ്ടായി. സേവിങ് ഫെയ്ത്തിൽ തന്നെ പോയി. സേവിങ് ഫെയ്ത്തിൽ മിഷേലിൻ്റെ അരികിലേക്ക്, ഡെഡ് ബോഡിയുടെ അരികിലേക്ക് പോകുമ്പോൾ തന്നിൽ ആ സേവിങ് ഫെയ്ത്ത് അതിൻ്റെ ആ സേവിങ് ഫെയ്ത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു പരിധി, അതിൻ്റെ എൻഡിൽ എത്തിച്ചേരുമ്പോഴാണ് പെട്ടെന്ന് തനിക്ക് മനസ്സിലായി ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തിൻ്റെ ഒരു ഇമ്പാർട്ടേഷൻ തന്നിൽ സംഭവിക്കുന്നു. ആ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തിൻ്റെ ഇമ്പാർട്ടേഷൻ വന്നപ്പോൾ നോ ഡൗട്ട്, സംശയമില്ല, എനിക്കറിയാം, 100% അറിയാം, ഇപ്പോൾ മിഷേൽ ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാണ്. നോ ഡൗട്ട് നോയിങ് എന്ന് പറയുന്നത് പോലെ തൻ്റെ ഹൃദയത്തിൽ ആ ബോധ്യമുണ്ടാകുകയാണ്. ഒരു സംശയവുമില്ലാത്ത വിശ്വാസം തൻ്റെ ഉള്ളിൽ പൊന്തി വരികയാണ്. മിഷേൽ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അധരം തുറന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. മിഷേൽ ഉയർത്തെഴുന്നേറ്റു. വാ, ബ്യൂട്ടിഫുൾ. അതിനാലാണ് പാസ്റ്റർ അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്മിത്ത് അവറുകൾ പറയുന്നത്, നിങ്ങളുടെ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, നിങ്ങളിൽ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് സജീവമല്ല എങ്കിൽ പോലും സേവിങ് ഫെയ്ത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ തയ്യാറാകുകയാണെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളിൽ ദൈവത്തിൻ്റേതുപോലെയുള്ള വിശ്വാസമുണ്ട്, ആ വിശ്വാസം നിങ്ങൾ സജീവമാക്കി മുന്നോട്ട് പോകുവാൻ തയ്യാറാകുകയാണെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ കർത്താവിന് കരുണ കാണിക്കാൻ കഴിയും. Gift of faith, sovereign impartation of supernatural faith നിങ്ങളുടെ മേൽ വ്യാപരിക്കും. മരിച്ചൊരാൾ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഈ 3 കൃപാവരങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തും പ്രവർത്തിക്കണം, ഗിഫ്റ്റ് ഓഫ് മിറക്കിളും പ്രവർത്തിക്കണം, ഗിഫ്റ്റ് ഓഫ് ഹീലിങ്ങും പ്രവർത്തിക്കണം. 3 കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാകുന്നു മരിച്ചൊരാൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഈ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് അതൊരു വീര്യപ്രവൃത്തിയാണ്, അതൊരു മിറക്കിളാണ്, അത് ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിളാണ്. എന്നാൽ ആ ഉയർത്തെഴുന്നേൽപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ ആ ശരീരത്തിൽ സൗഖ്യം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. എന്തോ രോഗം വന്നല്ലേ ഇയാൾ മരിക്കുന്നത്, അപ്പോൾ അകത്തെ അവയവങ്ങൾ കേടായില്ലേ. മാത്രമല്ല ഇത് ഡെഡ് ബോഡിയായി തീരുന്ന സന്ദർഭത്തിൽ തന്നെ അവയവങ്ങളെല്ലാം കേടായി, അവയവങ്ങൾക്കെല്ലാം കേട് സംഭവിക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. അവിടെ ആ മിറക്കിൾ സംഭവിക്കുമ്പോൾ ഹീലിംഗ്, അവയവങ്ങൾ മുഴുവൻ സൗഖ്യമാകേണ്ടത് ആവശ്യമാണ്. 3ാമത്, ഇത് രണ്ടും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് വേണം. ഗിഫ്റ്റ് ഓഫ് സേവിങ് ഫെയ്ത്ത് കൊണ്ട് മരിച്ചൊരാൾ ഉയർത്തെഴുന്നേൽക്കുവാൻ സാധ്യത ഇല്ല. അവിടെ ഒരു ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് വ്യാപരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലൊരു ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് വ്യാപരിക്കുന്നു. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, ഗിഫ്റ്റ് ഓഫ് മിറക്കിൾസ്, ഗിഫ്റ്റ് ഓഫ് ഹീലിങ്സ്, ഈ 3 കൃപാവരങ്ങളും ഒരുമിച്ച് സജീവമായി പ്രവർത്തിക്കുമ്പോഴാകുന്നു മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേൽക്കുന്നത്. ആമേൻ. ഈ ശബ്ദം കേൾക്കുന്ന അനേകരെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ഈ ദുരാത്മാക്കൾ പുറത്താക്കപ്പെടുന്ന സമയത്തും ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തിൻ്റെ ഒരു ഓപ്പറേഷൻ അവിടെയുണ്ട്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തും ഡിസൈനിങ് ഓഫ് സ്പിരിറ്റ്, ആ ദുരാത്മാവിനെ വിവേചിക്കണം, ഏത് ദുരാത്മാവാണെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. അതോടൊന്നിച്ച് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് അവിടെ സൂപ്പർ നാച്ചുറലി ഓപ്പറേറ്റഡ് ആകുമ്പോഴാണ് ഈ വ്യക്തിക്കറിയാം ആ ദുരാത്മാവ് പോയിരിക്കും. ആ വ്യക്തിയിൽ നിന്ന് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയിലുള്ള ആ ദുരാത്മാവ് പോയിരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് വെളിപ്പെടുന്നു. വാ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയാകുന്നുവെങ്കിൽ അവിടെയും ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ആവശ്യമാകുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പോകുമ്പോൾ അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഒരു സാധാരണ വിശ്വാസമല്ല. ഇറ്റ് ഈസ് ഈക്വൽ ടു ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. വാ, ഹല്ലേലൂയ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാറട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ തന്നെ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഓപ്പറേറ്റഡ് ആകട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പ് ലഭിക്കട്ടെ, അത് ലഭിച്ചിരിക്കുന്നു, അത് സംഭവിച്ചിരിക്കുന്നു. ആമേൻ. അല്പം പോലും സംശയമില്ലാത്ത ആ വിശ്വാസം നിങ്ങളിൽ സജീവമാകുന്നു.
ഈ ദാനിയേൽ സിംഹക്കുഴിയിലായിരുന്ന സന്ദർഭത്തിൽ, ദാനിയേൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ടോ, കരയുന്നുണ്ടോ? ഇല്ല. ദാനിയേൽ സിംഹക്കുഴിയിലായിരുന്ന സന്ദർഭത്തിൽ ദാനിയേലിൽ ഒരു ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഓപ്പറേറ്റഡ് ആയെന്നുള്ളത് വളരെ വ്യക്തമാകുന്നു. യാതൊരു ഭയവുമില്ല. ആ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഓപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു വലിയ മിറക്കിൾ അവിടെ സംഭവിക്കുകയും ചെയ്തു. ഈ സിംഹങ്ങളുടെ മുഴുവൻ വാ അടഞ്ഞു പോയി. അവയ്ക്ക് വാ തുറക്കാനേ കഴിഞ്ഞില്ല. ആ സിംഹക്കുഴിയിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. ഈ സിംഹങ്ങൾക്ക് അടുത്ത് വന്ന് ഈ മനുഷ്യനെ കടിച്ചു കീറി തിന്നുവാൻ കഴിയുന്നില്ല. കുറ്റവാളികളെ സിംഹക്കുഴിയിൽ ഇടുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ സിംഹങ്ങൾ കിടക്കുന്ന ഗുഹയിലേക്ക് ഇടുന്ന സന്ദർഭത്തിൽ സെക്കൻഡുകൾക്കുള്ളിൽ സിംഹം ആ കുറ്റവാളികളെ ഭക്ഷിച്ചിരിക്കും. എന്നാൽ ദാനിയേലിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനൊരു കാര്യം സംഭവിക്കുന്നില്ല. ഗ്ലോറി, ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ, മർക്കോസ് 4:38, അവിടെ യേശു പടകിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ചുഴലിക്കാറ്റുണ്ടായ ആ പടകിന് വിരോധമായി ചുഴലിക്കാറ്റുണ്ടായി, തിര തള്ളിക്കയറുകയാണ്. അതിൽ യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഇത് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ആണ്. അവിടെ ഒരു ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഓപ്പറേറ്റഡ് ആകുന്നത് വ്യക്തമാകുന്നു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യൻ്റെ സ്ഥാനത്ത് നിന്നാണ് യേശു എല്ലാ ശുശ്രൂഷകളും ചെയ്തത്. ആ യാത്രയിൽ യേശു ഇതാ ഉറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ ഈ തിരമാലയെല്ലാം അടിച്ചു കയറുമ്പോൾ യേശുവിന് അല്പമെങ്കിലും ഭയം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് അവിടെ ഓപ്പറേറ്റഡ് ആകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് മുഖാന്തരമായി നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആകും. സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേലിനെ പ്രൊട്ടക്റ്റ് ചെയ്തത് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ആണ്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകി തരുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പത്രോസിനെ കാണാൻ കഴിയുന്നുണ്ട്. പത്രോസ് തടവറയിലാകും. നാളെ പത്രോസിനെ കൊല്ലാൻ പോവുകയാണ്. നാളെ പത്രോസിനെ കൊല്ലുവാൻ പോകുന്നു. അപ്പോൾ പത്രോസ് എന്ത് ചെയ്യുകയാണ്? പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. ഈ ഒരു സാഹചര്യത്തിൽ ആർക്ക് കിടന്നുറങ്ങാൻ കഴിയും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദിസ് ഈസ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. റോഫില ഖസുഫര തെൽകറ ബഹൻസ്കനി ലൂഫ്രിദി ചൈസിലി മർഗമോ സുഫീന ലാറബു ഷഖറാസിനി ലബറുഫാന യാ റബു ഷെഫറനി ആന്തർകലാജുന. ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. നിങ്ങളുടെ സ്വകാര്യമായ സംരക്ഷണത്തിന് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് സജീവമാകുവാൻ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വിധേയപ്പെടുത്തി കൊടുക്കുക. പരിശുദ്ധാത്മാവിന് അത് ചെയ്യുവാൻ കഴിയും. ആമേൻ. മാത്രമല്ല, നിങ്ങൾക്ക് ഏലിയാവിൻ്റെ അനുഭവം കാണാൻ കഴിയുന്നു. ഏലിയാവിൻ്റെ അനുഭവത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ യഹോവയാകുന്ന ദൈവം ഏലിയാവിനോട് പറയുകയാണ്, കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക, തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ അത് വിശ്വസിക്കുവാൻ എങ്ങനെ ആർക്ക് കഴിയും? കാക്ക ഭക്ഷണം കൊണ്ട് തരുമെന്ന് ആര് വിശ്വസിക്കും? ഇവിടെ ഒരു ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഓപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഓപ്പറേറ്റഡ് ആയതിനാൽ കാക്ക കൊണ്ടുവന്ന് ഭക്ഷണം ഏലിയാവിന് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഈ ശബ്ദം കേൾക്കുന്ന അനേകരുടെ മേൽ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, യേശുവിൻ നാമത്തിൽ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഓപ്പറേറ്റഡ് ആകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലെ വാക്യം വളരെ പ്രസിദ്ധമാകുന്ന വാക്യമാകുന്നുവല്ലോ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, 23-ാം വാക്യം, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുന്ന ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. മലയോട് പറയുകയാണ് പോയി കടലിൽ വീഴാൻ വേണ്ടി. അപ്പോൾ മല അനുസരിക്കുകയാണ്. മല അനുസരിക്കും എന്ന് ഈ പറയുന്ന വ്യക്തി വിശ്വസിക്കണമെങ്കിൽ ആ വിശ്വാസം സാധാരണ വിശ്വാസമല്ല, അത് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ആണ്. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ വിശ്വാസം ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് സജീവമാകുവാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യം ചില സന്ദർഭങ്ങളിൽ ആവശ്യമായി വരും. പുതിയ നിയമവിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് ആക്ടിവേഷൻ. വാ കൊണ്ട് നിങ്ങൾ സംസാരിക്കുവാൻ തയ്യാറാകണം. ഈ വാക്യത്തിൽ തന്നെ ആരെങ്കിലും തന്നെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നതൊന്ന് വീണ്ടും നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ വീണ്ടും മൂന്നാമത് അവൻ പറഞ്ഞതുപോലെ മൂന്ന് പ്രാവശ്യം സ്പീക്ക് എന്ന വാക്ക് കാണുവാൻ കഴിയുന്നു. സ്പീക്ക്.
വിശ്വാസം എന്ന വാക്ക് ഒരു പ്രാവശ്യം വരുന്നുള്ളൂ. ഈ വാക്യത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി 3 പ്രാവശ്യം സംസാരിക്കുക, 3 പ്രാവശ്യം സംസാരം എന്ന വാക്ക് കാണുന്നതിനാൽ വിശ്വസിക്കുന്നവർ സംസാരിക്കുവാൻ തയ്യാറാകണം. വോയിസ് ആക്ടിവേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ സംസാരിക്കുവാൻ തയ്യാറാകണം. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധിയോട് പറയണം, പോയി കടലിൽ വീഴുക. ആ രോഗശക്തിയോട് പറയണം, പോയി കടലിൽ വീഴുക. വിശ്വസിക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് നിന്നിൽ വ്യാപരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കുവാൻ പോകുന്നു. ഞാൻ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഉള്ള അനേകം ദൈവദാസന്മാരെ കാണുന്നുണ്ട്. അവർക്ക് രോഗശാന്തി ശുശ്രൂഷയിലൊക്കെ അവരായിരിക്കുമ്പോൾ ലേശം സംശയമില്ല അവർക്ക്. ഇപ്പോൾ ആ വ്യക്തി സൗഖ്യമാകുവാൻ പോകുന്നുവെന്ന് അവർക്ക് ദൃഢവിശ്വാസമാണ്. അത് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ആണ്. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഓ ഹല്ലേലൂയ. സമാനമാകുന്ന നിലകളിൽ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ വേണ്ടി ഒരു കൂട്ടം ആളുകളെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, സോവറിൻ ഇംപാർട്ടേഷൻ ഓഫ് ഗാഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ഫ്രം ഗാഡ് ടു യു. അത്തരത്തിലുള്ള ഒരു വലിയ കൂട്ടം ആളുകളെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരാളാകുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഒരു പകർച്ച സംഭവിക്കുവാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്ന ഒരു പകർച്ചയുടെ സമയമാകുന്നുവല്ലോ ഇത്. ഈ പ്രിയപ്പെട്ടവരുടെ മേൽ കൃപാവരങ്ങൾ സജീവമാകട്ടെ ഇപ്പോൾ തന്നെ. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിറക്കിൾ വർക്കിംഗ് പവറായിട്ട് ഇപ്പോൾ ഇവരിൽ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് വ്യാപരിക്കട്ടെ, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് വ്യാപരിക്കട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആമേൻ. അടഞ്ഞ ചെവികൾ തുറന്നു വരട്ടെ. സൈനസൈറ്റിസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടൽ സംബന്ധമാകുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മെന്നാഖത്തുര ലേഖസിക്കർ ബനേലേക്ക് അച്ഛന ലിഖാന്തന ഇബറ ഹഷുന വറക സബില തരലി എമറക സുനിയൽക്കര. എല്ലാ മെഷർമെൻറ്റ്സും ബ്ലഡ് ഷുഗർ നോർമലാകട്ടെ, ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ, കൊളസ്ട്രോൾ നോർമലാകട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ സൗഖ്യം സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ സൗഖ്യം സ്വീകരിക്കുക. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വഴികളെ തുറന്നു കൊടുക്കണം കർത്താവേ. അടഞ്ഞ വഴികളുടെ മുൻപിൽ പതറി നിൽക്കുന്നവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം ചെയ്യണമേ. വഴികൾ തുറന്നു വരട്ടെ, വഴികൾ തുറന്നു വരട്ടെ. സാമ്പത്തിക മണ്ഡലത്തിൽ ഫ്രീഡം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ സാമ്പത്തിക മേഖലയിൽ ഒരു സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച പ്രത്യേക സന്മനസ്സിന് അഭിനന്ദനങ്ങൾ. ഈ സന്ദേശം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം അർപ്പിക്കുന്നു. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.